Good afternoon. എത്ര പേരുണ്ടായിരുന്നുള്ളൂ? 12 പേരാണ് ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലും അതൊരു ക്ലാസ് കഴിഞ്ഞു പോയതാണോ? ഇത്രയും കുട്ടികളാണോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ? ആണോ? നിങ്ങൾക്ക് അറിയാലോ. യെസ്, അത്രയും പേരുണ്ടായിരുന്നുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. മഴയുണ്ടോ? മഴയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ മഴയൊക്കെയാണ്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലോട്ടറി കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ആരും ഒന്നും ഇണ്ടാത്തെ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? യെസ്, ഓക്കെ. നെക്സ്റ്റ് ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അത് തുടങ്ങിയായിരുന്നോ നമ്മള്? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു അല്ലേ നമ്മള്? ഓക്കെ ഓക്കെ. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? അശ്വിനിക്കുട്ടി അതിനാണോ കമ്പിട്ടത്? ഏഞ്ചല്, റബീന ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമ്മള് 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്വാളിറ്റി മാനേജ്മെന്റ്. ജസ്റ്റ് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ക്വാളിറ്റി നോക്കുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ നല്ല ക്വാളിറ്റി ഉണ്ടോന്ന് നോക്കാറില്ലേ? എന്തെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ക്വാളിറ്റി ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണോ, നല്ല ഗുണനിലവാരം ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കും. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ? നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ നാട്ടിലൊക്കെ പഠിച്ചില്ലേ, അവിടെ എംബ്ലത്തിലൊക്കെ പഠിച്ചില്ലായിരുന്നോ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞായിരുന്നു അല്ലെ? ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞോ? പറഞ്ഞായിരുന്നു അല്ലെ? പല ക്ലാസ്സിലായത് കൊണ്ടേ നിങ്ങൾക്ക് എവിടെ വരെ ഞാൻ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഓർഡിനറി പേഴ്സണെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി എ സർവീസ്, എക്സാമ്പിൾ ക്യാൻ ബി സർവീസ്, ഓർ എ പ്രൊഡക്റ്റ്, എക്സാമ്പിൾ റിസ്റ്റ് വാച്ച്. ഇതൊരു സർവീസ് ആകാം അല്ലെ? ക്യാൻറ്റീൻ സർവീസ് പോലെയുള്ള സർവീസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവാം. റിസ്റ്റ് വാച്ച് എക്സാമ്പിൾ കൊടുത്തേക്കാം. അതൊക്കെ ആകാം. നമുക്ക് എത്രത്തോളം നമുക്ക് അങ്ങനെയാവും. ഇതൊരു സർവീസ് ആകാം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആകാം. അത് a person's judgment about a service or a product relies on what he hopes from it, or from it, for it or from it. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മള് ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുന്നത്? എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത്? എങ്ങനെ ജഡ്ജ്മെന്റ് നടത്തുന്നത്? about a service, a product relies on what he hopes from it. നമ്മൾ എന്താണോ നമ്മൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിറവേറ്റുക ആണെങ്കിൽ അല്ലെ, അതിങ്ങനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പോവാണ്, നല്ല ടൈപ്പ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല ക്വാളിറ്റി ആണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും എങ്ങനെ ഒരു വ്യക്തി ഈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ ജഡ്ജ് ചെയ്യുന്നത്. പേഴ്സൺ ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ പ്രൊഡക്റ്റ്, അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? എങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർവീസിൽ നിന്ന് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും.
Some of the words used to explain the quality are. നമ്മുടെ ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. നമ്മൾ പറയൂലേ ബ്യൂട്ടിഫുൾ, നല്ല മനോഹരമാണ്, അതൊരു ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യല്ലേ. നല്ല മനോഹരമാണെന്ന് പറഞ്ഞാൽ എന്താ, നല്ലതാണ് അല്ലേ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, അട്രാക്റ്റീവ് ആണ്. ഡ്യൂറബിൾ, അത് കുറെ നാള് ഈട് നിൽക്കുന്നതാണ്, മുടിയുള്ളതാണ്. ഡ്യൂറബിൾ. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എന്താ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ്, അതാണ് ക്വാളിറ്റി. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ്. ഹെൽത്തി, ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായതാണ്. വാല്യൂ ഫോർ മണി, വിലയ്ക്കൊത്ത മൂല്യം, നമ്മൾ കൊടുക്കുന്ന വില അതിനുള്ള മൂല്യമുള്ളതാണ്. ഇതൊക്കെയാണ് ഈ വേർഡ്സുകളാണ് നമ്മൾ ക്വാളിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടിയോ? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ക്ലിയർ ആണോ? 5 കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. ഇത്രയാണോ നമ്മൾ പറഞ്ഞായിരുന്നേ? അടുത്ത പാരഗ്രാഫ് പറഞ്ഞായിരുന്നോ? കുഞ്ഞു പാരഗ്രാഫാണ്. ഇത്രയും നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? യെസ്. ഇനി നോക്കിയേ, different words are used to describe the quality. ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പല വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. We should describe it as the extent to which product or service contains a person or group. That is, how much satisfaction the person receives from a service. അതായത് ഒരു വ്യക്തി ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ അത് എത്രത്തോളം അതില് ഉള്ളടക്കം ചെയ്യുന്നു. അതായത് നമ്മൾ അത് റിസീവ് ചെയ്യുമ്പോൾ, ആ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം സംതൃപ്തരാണ്, അതാണ് നമ്മൾ പറയുന്നത്. കമ്പോണൻസ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ട. ക്വാളിറ്റി ഓഫ് കെയർ വരെ നമ്മൾ പറഞ്ഞായിരുന്നോ? ആ പാരഗ്രാഫ് കൂടി പറഞ്ഞതാണ്. ഓക്കെ. എന്താ പറഞ്ഞേക്കുന്നേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അധികം ഇല്ലല്ലോ. അപ്പൊ നമ്മള് എന്താണ്, ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ എ പേഴ്സൺ റിസീവ് ഫ്രം ഇറ്റ്, അതാണ് നമ്മൾ ആ ഒരു സാധനം നമ്മൾ കിട്ടിയിട്ട് അതിൽ നമ്മൾ എത്രത്തോളം സംതൃപ്തരാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? എന്താണ് ഗുണനിലവാരമുള്ള പരിചരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? When we say the quality of care, when we mean health care activities that we in medical, nursing, laboratory field, etc. execute daily to benefit our patients without causing harm to them. എന്താ പറഞ്ഞേക്കുന്നേ? മെഡിക്കൽ, നേഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ് തുടങ്ങിയ മേഖലകളില് നമ്മുടെ പേഷ്യൻസിന് ഒരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ, അവർക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ, അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ദിവസേന ചെയ്യുന്ന ആരോഗ്യ സേവനങ്ങൾ, ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ്, അതാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡില് ഒരു പേഷ്യൻസിന് ഒരു ദോഷവും വരുത്താതെ അവർക്ക് മാക്സിമം ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുന്ന ദിവസേന നടത്തുന്ന ആക്ടിവിറ്റീസ്, ദിവസേന നടത്തുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. Then quality of care refers that we pay attention to the requirements of the patients and the client. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. പിന്നെ വിത്തൗട്ട് കോസിങ് ഹാം ടു ദം, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് that be in the medical, nursing, laboratory field, ആ ഒരു സെന്റൻസിലെ അതും അണ്ടർലൈൻ ചെയ്തോ. പിന്നെ അടുത്തത് ഇനി നമ്മളൊരു ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഗുണനിലവാരമുള്ള പരിചരണം, അതിന് എന്താ ആവശ്യമായിട്ടുള്ളത്? എന്താ? that we pay attention to the requirements of patients and client. പേഷ്യൻസിന്റെ, ക്ലയന്റ്സിന്റെ ആവശ്യകതകളിൽ എന്ത് ചെയ്യണം? ശ്രദ്ധ ചെലുത്തണം. pay attention, ശ്രദ്ധ ചെലുത്തണം to the requirements of patients and clients. പേഷ്യൻസിന്റെ, ക്ലയന്റ്സിന്റെ ആവശ്യകതകളിൽ ശ്രദ്ധ കൊടുക്കണം. ക്ലിയർ ആണോ? ഇനി we must also, എന്നാലാണ് അവർക്കുടെ ആവശ്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയാലല്ലേ, ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു ഇത് കൊടുത്താലാണ് നമുക്ക് എന്താ ഗുണനിലവാരമുള്ള ഒരു പരിചരണം എന്ന് പറയാൻ പറ്റുള്ളൂ.
അപ്പൊ എപ്പോഴും നമുക്ക് എന്താണ് ഒരു നല്ലൊരു നിലവാരമുള്ള പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെയോ ക്ലയൻസിന്റെയോ റിക്വയർമെന്റ് ആവശ്യകതകൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. We must also use the method have been verified to save affordable and clean and can lessen death, illness and disability. അപ്പൊ നമ്മള് എങ്ങനത്തെ മെത്തേഡുകൾ ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ? എങ്ങനത്തെ മെത്തേഡ് ഉപയോഗിക്കണം? സേഫ്, സുരക്ഷിതമായിട്ടുള്ള, അഫോർഡബിൾ, താങ്ങാൻ പറ്റുന്ന, ലെസൺ ഡെത്തുകൾ കുറയ്ക്കുന്ന, ഇൽനെസ് രോഗങ്ങൾ കുറയ്ക്കുന്ന, ഡിസബിലിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെ, അതിന് സഹായകമാകുന്ന, അതൊക്കെ കുറയ്ക്കാൻ സഹായകമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കപ്പെടുന്ന രീതികൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കണം. സുരക്ഷിതമായിട്ടുള്ളത്, അഫോർഡബിൾ, താങ്ങാൻ പറ്റുന്നത്, ഡെത്തുകൾ കുറയ്ക്കുന്നത്, ഇൽനെസ്, ഡിസബിലിറ്റി ഇതെല്ലാം അതെല്ലാം കുറയ്ക്കാൻ സഹായകമായിട്ടുള്ള മെത്തേഡുകൾ അവിടെ ഉപയോഗിക്കണം. Furthermore, we can expect to practice as stated in to set standard as laid down by clinical guidelines and protocol. എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? എങ്ങനെയായിരിക്കണം? കൃത്യമായിട്ട് ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ്, പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പാലിക്കണം. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും പ്രോട്ടോകോൾസും ഒക്കെ എന്താണ്, മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കണം. ഓക്കെ. ഇനി with the quality of care we do not exact thing at exact time. നമ്മൾ നോക്കിയേ, ക്വാളിറ്റി ഓഫ് കെയർ, നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണത്തിന് എങ്ങനെയായിരിക്കണം? ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങള്, അങ്ങനെയല്ലേ? ശരിയായ സമയത്ത്, കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. We check the patient promptly. എങ്ങനെയാ പേഷ്യൻസിനെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? promptly എന്നുവെച്ചാൽ തൽക്ഷണം, ഉടനടി തന്നെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യണം. അല്ലാതെ ഇന്നിപ്പോ വന്നിട്ട് ആളെ കിടക്കട്ടെ, ആളെ നോക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ നോക്കാം, അങ്ങനെയല്ല. ഉടനടി പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. Then make the right diagnosis and give the appropriate treatment. ശരിയായിട്ടുള്ള രോഗനിർണയങ്ങളും അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഉറപ്പുവരുത്തണം. With the quality of care we keep on enhancing our standard of service till the excellence is gone. ഇനി എങ്ങനെ വേണം? ഇന്ന് ചെയ്തു നാളെ ചെയ്യണ്ടെന്നാണോ? എങ്ങനെയാ? പരിചരണത്തിന്റെ ആ ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് കെയർ, അതിന്റെ എക്സലൻസ്, അതിന്റെ മികവെത്തുന്നത് വരെ കണ്ടോ സേവനങ്ങളുടെ നിലവാരം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കണം. With the quality of care we keep on enhancing our standard. Enhance ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക, അവരുടെ സ്റ്റാൻഡേർഡ്സ് മെച്ചപ്പെടുത്തണം. എവിടെ വരെ? of service till excellence is God. ആ മികവ് ലഭിക്കുന്നത് വരെ എന്ത് ചെയ്യണം? നമ്മുടെ ഇതിന്റെ എന്താണ്, നമ്മൾ ആ ഒരു കൊടുക്കുന്ന കെയർ ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തണം. ഓക്കെ. ഇനി അടുത്തതാണ് കമ്പോണൻസ് ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, ആരോഗ്യ പരിചരണം, അതിന്റെ കമ്പോണൻസ്, ഘടകങ്ങള് എന്തൊക്കെയാണ്? ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങള്, അതിന്റെ ഘടകങ്ങൾ, ഇത് 6 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. 6 എണ്ണല്ല, 9 എണ്ണം. 9 എണ്ണം ഉണ്ട്. അത് അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസിലെ കമ്പോണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. Quality of health service has many parts. ധാരാളം parts ഉണ്ട്. We should understand this in order to refine the quality of care. പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, നമ്മൾ കൊടുക്കുന്ന കെയർ അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ, ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഈ കമ്പോണൻസുകൾ നമ്മൾ നോക്കണം. The parts are listed below. We shall look briefly at each of these parts. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ ഓരോന്നിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നൊന്ന് നോക്കിയേ. assess, technical competence, equity, effectiveness, efficiency, continuity, safety, interpersonal relation, amenities. ഇതൊക്കെയാണ് കമ്പോണൻസ്. ഒന്നാമത്തെ അസസ് എന്ന് പറഞ്ഞ എന്താ? പ്രവേശനം.
നമ്മുടെ ആ ട്രീറ്റ്മെന്റിലേക്കുള്ള പ്രവേശനം, ഒരു ഗുണനിലവാരമുള്ള പരിചരണം. അതൊന്നും മറക്കരുത്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, ഒരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെയാണ് അസസ്, ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം. അസസ് എന്ന് പറഞ്ഞാൽ പ്രവേശനം. രണ്ടാമത്തെ ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? സാങ്കേതികമായിട്ടുള്ള കഴിവ്, സാങ്കേതിക കഴിവ്. അടുത്തതാണ് എക്വിറ്റി. എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി, നീതി അല്ലെങ്കിൽ ന്യായം, എല്ലാം ഒരേപോലെ ആയിരിക്കണം. നീതി. എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അതിന് നേരെ ഒന്ന് മലയാളം എഴുതി വെച്ചോട്ടോ. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? കാര്യക്ഷമത. എഫിഷ്യൻസി, എഫിഷ്യൻസി, കാര്യക്ഷമത. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ? തുടർച്ച. കണ്ടിന്യൂറ്റി, അതിന്റെ തുടർച്ച. സേഫ്റ്റി, സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിഗത ബന്ധങ്ങള്, വ്യക്തിബന്ധങ്ങൾ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങൾ, ഫെസിലിറ്റി ആണ് കേട്ടോ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി, സൗകര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് നമ്മളൊരു കമ്പോണൻസ്. എന്തിന്റെയാണ്? ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസ്, ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ കമ്പോണൻസ്. ഏതെങ്കിലും കിട്ടാത്തയുണ്ടോ? ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാത്തയുണ്ടോ? ഒന്നുകൂടെ പറയാൻ ഞാൻ ശ്രദ്ധിച്ചോ. അസസ് എന്ന് പറഞ്ഞാൽ പ്രവേശനം. ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക കഴിവ്. എക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻ, വ്യക്തിഗത ബന്ധങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി ആണ് കേട്ടോ, സൗകര്യങ്ങൾ. ഓക്കെ ആണോ? 9 കമ്പോണൻസ് ഓക്കെ ആണോ? യെസ്. ഇനി ഓരോന്നും നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. അവിടെ അക്സസ് ടു സർവീസ്, ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു പ്രവേശനം. അക്സസ് ടു സർവീസ്, സേവനത്തിലേക്കുള്ള ഒരു എന്താണ്? പ്രവേശനം. അക്സസ് ടു സർവീസ്. Everyone should have an entry to health, quality health care. എല്ലാവർക്കും എൻട്രി ഉണ്ട് അല്ലെ? എല്ലാവർക്കും പ്രവേശനമുണ്ട് ഇങ്ങോട്ട് ടു ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, ഒരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ പരിചരണം. അതിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ബീച്ചിൽ എല്ലാവർക്കും പോകാൻ പാടില്ലേ? അല്ലേ? എല്ലാ ആളുകൾക്കും പോകാൻ പാടില്ലേ? പാർക്കിൽ എല്ലാവർക്കും പോകാൻ പാടില്ലേ? അവിടെ വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് പോകാൻ പാടില്ല, അല്ലെ ഇത്ര വയസ്സിൽ താഴെയുള്ളവർക്ക് പോകാം, ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. കുട്ടികളായിക്കോട്ടെ, ഇത്തിരി കൂടി ഏജ്ഡ് ആയിട്ടുള്ളവരായിക്കോട്ടെ, ആർക്കാണെങ്കിലും. ഇന്ന ആളുകളെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ എന്നുള്ള പാർഷ്യാലിറ്റി ഒന്നുമില്ല. ഒരു ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം, അതിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഇനി എൻട്രി എന്ന് പറയേണ്ട, എൻട്രി റെഫേഴ്സ് to the ability of individual. ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ് എന്തിന്? ടു obtain health service. ഒരു ആരോഗ്യ സർവീസ്, ഒരു ഹെൽത്ത് സർവീസ് നേടുന്നതിന് വേണ്ടി, നേടുന്നതിനായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സർവീസ് സ്വീകരിക്കാനുള്ള എല്ലാവരുടെയും ആ ഒരു വ്യക്തിയുടെ കഴിവാണ്, എബിലിറ്റിയാണ് എന്ത്? എൻട്രി. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. Entry refers to the ability of individual. ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ്. എന്തിനുള്ള എബിലിറ്റിയാ? എന്തിനുള്ള എബിലിറ്റിയാ? ഹെൽത്ത് സർവീസ് സ്വീകരിക്കാനുള്ള എബിലിറ്റി. ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്, ഹെൽത്ത് സർവീസ് ലഭിക്കാനുള്ള ഒരു എന്താണ്? ആ ഒരു ഹെൽത്ത് സർവീസ് സ്വീകരിക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിയാണ് എൻട്രി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. Entry refers
to the ability of individual to obtain health service. ഒരു ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിയാണ് എൻട്രി എന്ന് പറയുന്നത്. Some of the factors that can affect the entry are, ഒരു എൻട്രിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണൊക്കെ ആ 3 കാര്യങ്ങളും നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള പ്രവേശനം, ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതിനെ നമ്മൾ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്നാമത്തെയാണ് ഡിസ്റ്റൻസ്, ദൂരം, ഡിസ്റ്റൻസ്. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ, സാമ്പത്തികം. അടുത്തതാണ് കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഇനി ഏതാ? കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഇതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്ന? എൻട്രി, ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനത്തിനെ നമ്മള് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതും ചോദിക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എൻട്രി ആർ, ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്നാമത്തെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം. ഇനി ദൂരം എങ്ങനെയാ? ദൂരം എങ്ങനെയാ? നമ്മുടെ അടുത്താണ്, തൊട്ടടുത്താണ് ഒരു ഹെൽത്ത് ഫെസിലിറ്റി, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പാടില്ലേ? നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഇപ്പൊ ഒരു ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് അങ്ങോട്ട് ചെല്ലാൻ പാടില്ലേ? അല്ലേ? ചെല്ലാമോ? ആ ഹെൽത്ത് സർവീസിലുള്ള പ്രവേശനം നമുക്ക് എളുപ്പമല്ലേ തൊട്ടടുത്താണെങ്കിലോ? ഇനി ദൂരെയാണെങ്കിലോ? ദൂരെയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണ്ടേ നമുക്ക്? യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിന്റെ കുറവ്, ഈ 2 കാര്യങ്ങളും നോക്കി. ഒന്നാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനത്തിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്റ്റൻസ്, ദൂരം സ്വാധീനിക്കും. അതായത് ദൂരം കുറവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ദൂരം കൂടുതലാണെങ്കിൽ എന്താണ്, ഇച്ചിരി കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം പോകാനായിട്ട്, അല്ലെ? Where a health facility is situated far away, ഒത്തിരി ദൂരെയാണ്, or it is difficult to get transported to the facility, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ അത് കുറവാണെങ്കിൽ എന്താണ്, നമുക്ക് എന്താ, to quality of health care become a problem. ഒരു ഗുണനിലവാരമുള്ള പരിചരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ അത് നമ്മൾ തരുന്ന ആ ഒരു സ്ഥാപനം നമ്മുടെ അടുത്താണെങ്കിൽ പെട്ടെന്ന് പോകാം. ഇനി അത് ദൂരത്തിലാണെങ്കിലും അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യാത്രാ സൗകര്യങ്ങളും കുറവുമാണെങ്കിൽ നമുക്ക് ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല, ഒരു പ്രശ്നമല്ലേ അത്? ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, ദൂരെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കുറവാണെങ്കിലും. ഇനി രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ, സാമ്പത്തികം. When the people cannot pay for the service rendered, അതായത് അവിടെ പറയുന്ന സർവീസ് അതിനുള്ള പൈസ കൊടുക്കാനില്ലെങ്കിലോ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം കിട്ടോ? അപ്പൊ അവിടെ ഭയങ്കര എന്താണ്, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് ഒത്തിരി പൈസയാവും അവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം, അങ്ങോട്ടേക്കുള്ള എൻട്രി പ്രശ്നമല്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, അല്ലേ? അപ്പൊ നമ്മള് ചെറിയ ആശുപത്രി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നുവെച്ചാൽ അങ്ങോട്ട് പോകാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ ബാക്കിലാണെങ്കിൽ, ഫിനാൻഷ്യലി നമ്മള് അത്ര ഗുഡ് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടാണ്. Where the people cannot pay for the service rendered, അവർ നൽകുന്ന സർവീസിന് പൈസ കൊടുക്കാനില്ല, cannot pay, പേയ്മെന്റ് കൊടുക്കാനില്ല, അപ്പോഴും പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് കൾച്ചറൽ ബിലീഫ് ആൻഡ് വാല്യൂസ്. എന്താണ്? കൾച്ചറൽ മൂല്യങ്ങള്, വിശ്വാസങ്ങള്, വാല്യൂസ്. The service provided may not be keeping with the culture, belief and value of some people. അതായത് നമ്മൾ നൽകുന്ന സേവനം ചില ആളുകളുടെ സാംസ്കാരിക വിശ്വാസത്തെയും മൂല്യത്തിനും യോജിച്ചതല്ലെങ്കിൽ, may not be എന്നാ പറയാ, keeping with the cultural belief and values of some people. അതായത് അവിടെ കൊടുക്കുന്ന സർവീസ് ഇല്ലേ, അത് ചില ആളുകളുടെ കൾച്ചറൽ ബിലീഫ്, വാല്യൂസ്, വിശ്വാസങ്ങളെ, മൂല്യങ്ങളെ അതൊക്കെ യോജിച്ചതല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പ്രവേശനവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്.
3 കാര്യങ്ങൾ മനസ്സിലായോ? ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രീനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങള് ദൂരം, പിന്നെ രണ്ടാമത്തെ ഫിനാൻഷ്യൽ സാമ്പത്തികം, പിന്നെ അവരുടെ സാംസ്കാരിക മൂല്യങ്ങളൊക്കെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഇത് 3ഉം ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം അതിനെ സ്വാധീനിക്കും. രണ്ടാമത്തെയാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്. Technical proficiency as an indicator of quality assurance suggests that we should have a sufficient knowledge and skills to perform our function in order to provide the quality of service. നല്ല നിലവാരമുള്ള സർവീസ് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് വേണം? Sufficient knowledge and skills. അണ്ടർലൈൻ ചെയ്തിട്ടേ. The technical proficiency as an indicator of quality assurance. ഇൻഡിക്കേറ്റർ ആണെന്ന്, ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട ഒരു ഇൻഡിക്കേറ്റർ ആണ്. അവരെന്താ പറയുന്നേ? സജസ്റ്റ് ദാറ്റ് വി ഷുഡ് ഹാവ് എ സഫിഷ്യന്റ് നോളജ്. ആവശ്യത്തിന് നോളജും സ്കിൽസും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? ടു പെർഫോം അവർ ഫംഗ്ഷൻ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ക്വാളിറ്റി ഓഫ് സർവീസ്. എക്സാമ്പിൾ നോക്കിയേ. അതായത് നമ്മൾ ആ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള നോളജും സ്കിൽസും ഉണ്ടായിരിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. We should have a sufficient knowledge and skill to perform function. അതൊന്നും അറിയില്ലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റൂല. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ, one must go to a nursing school and pass nursing examination before she can work as a nurse. ഒരു nurse ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം നമ്മള്? ഇന്ന് തുടങ്ങി എനിക്ക് ആ ഹോസ്പിറ്റൽ നേഴ്സ് ആവാം പറ്റോ? നമ്മൾ എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. വേണ്ടേ? എന്നിട്ടല്ലേ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഓടിച്ചെന്നിപ്പോ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് നാളെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനൊരു മാനദണ്ഡം എന്താ? നഴ്സിംഗ് സ്കൂളിൽ പോകണം, നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ അവർക്ക് ആ സർവീസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തണം. നമ്മൾ നഴ്സിംഗ് സ്കൂളിൽ പോയിട്ടുണ്ട്, നഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ അതിന് ആ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അത് ഉറപ്പുവരുത്തണം നമ്മളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ്. Even though we are not longer in school, ഇനി നമ്മുടെ സ്കൂളിൽ അധിക കാലം ഇപ്പോ ഇതായില്ലെങ്കിലോ നമ്മുടെ നോളജ്, നമ്മുടെ റീഡിങ്, നമ്മുടെ നോളജ് ഒക്കെ റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? റിഫൈൻ, പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കുറെ നാള് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറച്ചു പേരൊക്കെ എഡ്യൂക്കേഷൻ പകുതി വെച്ചൊക്കെ നിർത്തിയിട്ട് കുറെ നാള് വീട്ടിലിരുന്നിട്ടായിരിക്കും ചിലപ്പോ ഈ ക്ലാസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ട് ഈ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം എന്ന് പറഞ്ഞ് കയറിയത്. അപ്പൊ ആ ഗ്യാപ്പ് വന്നു അല്ലേ? ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അവിടെ. അപ്പോ ഇവിടെ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ അവിടെ മറന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ നോളജ് നമ്മൾ എന്ത് ചെയ്യണം? നവീകരിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹെൽത്ത് ബുക്കുകള് ആൻഡ് അറ്റൻഡിങ് ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകൂലേ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വെറുതെ കുറെ നാളിരുന്നാൽ ചിലപ്പോ പഠിച്ചത് മറന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഈ പുസ്തകം ഇതൊക്കെ എടുത്തും തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടൂല അവിടെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ നോളജ് നവീകരിക്കണം. സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽ, നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. എന്താണ്? വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ ലിമിറ്റ്, നമ്മുടെ ലിമിറ്റുകള്, നമ്മുടെ പരിധികൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് ഈസ് നോ വാട്ട് വി ക്യാൻ ഡു. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ലാത്തത്, നമ്മുടെ പരിധികള്, നമ്മുടെ ലിമിറ്റുകള് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിത്ത് റിഗാർഡ് to what we cannot do. ഇനി നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ്? We are expected to refer them to another centers or personnel who are more proficient to tackle them. അപ്പൊ നമ്മള് ഈ നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണമെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ആഗ്രഹം നമ്മൾ കണ്ടിന്യൂഷൻ നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നമ്മള് ഇൻ സർവീസ് റീഡിംഗ് ഹെൽത്ത് ബുക്കുകള്, ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സിലൊക്കെ പങ്കെടുക്കണം.
നമ്മള് ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ആ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെയായിരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന we cannot do, we are expected to refer them to another center, other centers or persons who are more proficient to tackle them. അപ്പൊ നമ്മുടെ ഈ എന്താ പറഞ്ഞേക്കുന്ന അവിടെ നമുക്കത് നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു നമ്മുടെ ഒരു ലിമിറ്റേഷൻ കഴിവ് നമ്മളത് മനസ്സിലാക്കണം. പിന്നെ നമുക്കൊരു എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ എങ്ങനെയായിരിക്കണം, ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് മാത്രം നിങ്ങൾ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. പിന്നെ എക്സാമ്പിൾ ഒക്കെ അവിടെ പറഞ്ഞേക്കണത്. എൻട്രിയുടെ അണ്ടർലൈൻ ചെയ്തായിരുന്നോ? Entry refers to the ability of individual to obtain health service എന്നുള്ളത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കി നിങ്ങൾ അണ്ടർലൈൻ ചെയ്തത്. അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ? എൻട്രി റെഫേഴ്സ് ടു എന്നുള്ളത്. പിന്നെ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3 എണ്ണം, അതും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ കൾച്ചറൽ കോമ്പറ്റൻസിന് ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു അവിടെ. വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം. ഇനി അടുത്തതാണ് എക്വിറ്റി എന്ന് പറയുന്നത്. എക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എക്വിറ്റി നീതി അല്ലെങ്കിൽ ന്യായം. Quality service should be provided to all people who are in need of them. അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ഗുണനിലവാരമുള്ള സേവനം നൽകണം, തുല്യമായിട്ടുള്ള സർവീസ് നൽകണം. അല്ലാതെ എനിക്കൊരു രീതിയിൽ വേറൊരാൾക്ക് അങ്ങനെയല്ല കേട്ടോ. എന്താണ് പറഞ്ഞേക്കണേ? പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ, എല്ലാ ആളുകൾക്കും. ഹു ആർ ഇൻ നീഡ് ഓഫ് ദം. they are poor, പാവപ്പെട്ടവനെന്നോ, ചിൽഡ്രൻ എന്നോ, അഡൽട്ട് എന്നോ, ഓൾഡ് പീപ്പിൾ എന്നോ, പ്രഗ്നന്റ് വുമൺ എന്നോ, ഡിസേബിൾഡ് എക്സെട്ര. അപ്പൊ ഇങ്ങനെയൊന്നും നോക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സർവീസ് കൊടുക്കണം. Quality service should be made available in all parts of the country, in village, town and cities. എല്ലായിടത്തും ഗുണനിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുന്നുണ്ട്. In all people of the country, village, town and cities. Equity, നീതി അല്ലെങ്കിൽ ന്യായം. ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. Quality service should be provided to all people who are in need of them. എല്ലാവർക്കും, അത് ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ, പൂവർ, ചിൽഡ്രൻ, അഡൽറ്റ് എന്നൊന്നും ഒരു വേർതിരിവ് ഇല്ലാതെ എല്ലാവർക്കും തുല്യ നിലവാരമുള്ള ഒരേ രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണോ നോക്കേ? ഇനി അടുത്ത, അപ്പൊ നമ്മൾ എത്രണ്ണം പറഞ്ഞു? 2 എണ്ണം പറഞ്ഞില്ലേ? അക്സസ് ടു സർവീസ്, സർവീസിലേക്കുള്ള പ്രവേശനം, ടെക്നിക്കൽ കോമ്പീറ്റൻസ്, ഇക്വിറ്റി, 3 എണ്ണം. ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. ഇനി അടുത്തതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്. Effectiveness എന്ന് പറഞ്ഞാൽ എന്താ? We are interested in type of care that generate positive change in the patient's health or quality of life. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. That can generate positive change. അതായത് ഈ നമ്മുടെ പേഷ്യൻസിന്റെ ഒരു ആരോഗ്യത്തിലോ ജീവിതത്തിലോ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച്,
ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക. നല്ല മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന തരത്തിലുള്ള എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് നൽകുക. അതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കണം എപ്പോഴും. അതിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളത്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി. വി ആർ ഇൻട്രസ്റ്റഡ്. എന്തിനാണ് താല്പര്യം? ഇൻ ദ ടൈപ്പ് ഓഫ് കെയർ ദാറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ പേഷ്യൻസ് ഹെൽത്ത് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ്. പേഷ്യൻസിന്റെ ആരോഗ്യത്തിലോ ഗുണനിലവാരമുള്ള പരിചരണം, അതെല്ലാം ക്വാളിറ്റി ഓഫ് ലൈഫിലൊക്കെ ഒരു പോസിറ്റീവ് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിചരണം ആയിരിക്കണം. വി therefore provide treatment and that are known to be fruitful. Fruitful എന്ന് പറഞ്ഞാൽ എന്താ? ഫലവത്തായ, നല്ല സത്യവത്തായിട്ടുള്ളത്. ആ രീതിയിലായിരിക്കണം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. എക്സാമ്പിൾ നോക്കിയേ, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾ ഡയറിയ വയറിളക്കമുള്ള ഒരു പേഷ്യന്റിന്, ഒരു കുട്ടിക്ക് എന്ത് നമ്മൾ കൊടുക്കണം? ORS. നമുക്കറിയാം, അതായത് കറക്റ്റ് അത് എന്താണോ അതിനനുസരിച്ചുള്ളത് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന്. അതായത് നമുക്കറിയാം ഡയറിയ എന്ന് പറഞ്ഞാൽ ORS കൊടുക്കണം എന്ന് തന്നെയല്ലേ, അല്ലെ? ഡയറിയ ഉള്ള കുട്ടിക്ക് ORS കൊടുക്കണം, അതിന് കറക്റ്റ് ആണത്. ഇന്ന അസുഖം വന്നാൽ ഇത് കഴിക്കണം. ഇപ്പൊ നമ്മൾ പനി വന്നാൽ പാരസെറ്റമോൾ നമ്മൾ കഴിക്കും, അല്ലെ? ഒരു ഡോളോ കഴിക്കും, തലവേദനയ്ക്കും ഒക്കെ ആയിട്ട്, അല്ലെ? പാരസെറ്റമോൾ ഒക്കെ എടുത്ത് കഴിക്കും. പനിയാണെങ്കിൽ ഡോളോ, അങ്ങനെ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാലോ. അതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ നമ്മള് ഡയറിയ ഉള്ള കുട്ടിക്ക് ORS നൽകുന്നത് പോലെ കൃത്യമായി അറിയാവുന്ന ചികിത്സകൾ വേണം. അതിന്റെ എഫക്റ്റീവ്നെസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന്. അതിനാണ് നമുക്ക് താല്പര്യം എന്ന്. എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല അവിടെ. പോസിറ്റീവ് ചേഞ്ച് എന്നില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത അവിടെ. ഓക്കെ ആണോ? Effectiveness. We are interested in the type of care that generate positive changes. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം പേഷ്യൻസിന്റെ ആരോഗ്യത്തില് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണനിലവാരം, ലൈഫിനൊക്കെ ആവശ്യമായിട്ടുള്ള ലൈഫിനൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നതിനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാം, ഡയറി ഉള്ളൊരു കുട്ടിക്ക് ORS കൊടുക്കും. അതായത് എന്താ പറഞ്ഞേക്കണേ? അത് കൃത്യമായിട്ട് അറിയാവുന്ന ട്രീറ്റ്മെന്റ് വേണം നൽകാൻ. അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഏറ്റവും സാധ്യമായ കോസ്റ്റില്, ഏറ്റവും കുറഞ്ഞ ഏറ്റവും സാധ്യമായ കോസ്റ്റില് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക, അതിന്റെ ഒരു വ്യവസ്ഥ, അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കാര്യക്ഷമത. കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കുക. അപ്പൊ അവിടെ ചോദിക്കാം കേട്ടോ, ഡാഷ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താണ് എഫിഷ്യൻസി? We expected to make the best use of resources and avoid wastage of our resources. Bigger നാട്ടോ, തുച്ഛമായ എന്നുള്ള മീനിങ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നേ? നമുക്ക് നമ്മുടെ റിസോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും പരമാവധി റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താനും ആൻഡ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്നുള്ളതാണ് കേട്ടോ. ഒഴിവാക്കുക, അവോയ്ഡ് എന്നുള്ളതാണ്. ഒഴിവാക്കുക, അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് അവർ ബിഗർ റിസോഴ്സ്. നമ്മുടെ തുച്ഛമായിട്ടുള്ള റിസോഴ്സുകൾ, അതിന്റെ വേസ്റ്റേജിനെ ഒഴിവാക്കുന്ന മാക്സിമം റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതില് വി വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് വേസ്റ്റേജ് വരുന്നത്? എങ്ങനെയാണ് വേസ്റ്റേജ് വരുന്നത്? വി വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്. ആവശ്യമില്ലാത്ത മരുന്നുകൾ, അല്ലെ? അത് പ്രിസ്ക്രൈബ് ചെയ്ത് അത് സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ആൻഡ് മേക്കിംഗ് ദം എക്സ്പയർ ബൈ ദ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് നമുക്ക് എക്സ്പയർ ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് വി ഡു നോട്ട് യൂസ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സപ്ലൈസ് എക്യുപ്മെന്റ്സ്
അതായത് നമുക്ക് എക്സ്പയർ ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ റിസോഴ്സുകൾ വേസ്റ്റേജ് ആയിട്ട് വരുന്നതെന്ന്. ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ, പിന്നെ കൂടുതൽ മരുന്നുകൾ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ, പിന്നെ നമുക്ക് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള സപ്ലൈ എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാത്തപ്പോഴും ഒക്കെ വി ഡു നോട്ട് യൂസ്. അങ്ങനെ നമുക്ക് എന്താണ് റിസോഴ്സുകൾ അനാവശ്യമായിട്ട് ഇതാകാം. അതിനകത്ത് നിങ്ങള് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Is the provision of high quality care at the least possible cost. ഏറ്റവും സാധ്യമായ ചെലവില് ഹൈ ക്വാളിറ്റി കെയർ അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. എഫിഷ്യൻസി 5 ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി നിങ്ങള്, എന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഒന്നാമത്തെ അസസ് ടു സർവീസ്, സർവീസിലേക്കുള്ള ഒരു പ്രവേശനം. അതിനെ അഫക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആവാം, ഫിനാൻഷ്യൽ ആവാം, കൾച്ചറൽ ആൻഡ് വാല്യൂസ് ആകാം. രണ്ടാമത്തെയാണ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ കോമ്പീറ്റൻസ്. അവിടെയാണ് നമ്മൾ നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പഠിച്ച ആൾക്ക് മാത്രമേ നമുക്ക് ഒരു ഫീൽഡിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. പിന്നെ അതിനകത്ത് മൂന്നാമത്തെ എക്വിറ്റി ആണ്, നീതി അല്ലെങ്കിൽ ന്യായം. എല്ലാവർക്കും ഒരേപോലെയുള്ള സേവനം നമ്മൾ കൊടുക്കണം. എല്ലാ ഭാഗത്തിലുള്ളവർക്കും ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തിയാണ്. അപ്പൊ എങ്ങനെയുള്ളതായിരിക്കണം സർവീസ്? ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഇറ്റ് ജനറേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ പേഷ്യൻസ് ഹെൽത്ത് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതിന്റെ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം. പിന്നെ അടുത്തത് എന്താ? എഫിഷ്യൻസി. എഫിഷ്യൻസി ഇസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റില്, ഏറ്റവും കുറഞ്ഞ ചെലവില് എന്ന ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാം. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ നോക്കട്ടാ. ഇത്ര കൂടി അവിടെ ആയ കുഴപ്പമില്ലാട്ടോ പിള്ളേരെ. ബാക്കി ഇങ്ങോട്ടൊക്കെ വരുമ്പോ നാബും നിങ്ങളൊക്കെ പഠിച്ചതും അവിടെ ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. സ്റ്റാൻഡേർഡുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, JCIയുടെ സ്റ്റാൻഡേർഡുകൾ അങ്ങനെയുള്ള സംഭവം. ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബൾജ് ചെയ്തിട്ട്. ഇന്നൊന്നും അധികം ക്വസ്റ്റ്യന് വരാനല്ല ഈ സെക്ഷനില്. പിന്നെ തന്നേക്കണം ആരും നമുക്കൊന്നും വായിക്കാതിരിക്കാനും പറ്റുമല്ലോ. ഞാൻ അണ്ടർലൈൻ ചെയ്തത് മാത്രം അതിൽ നിന്ന് പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോണില്ലേ, അത് മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഫുള്ളി പാരഗ്രാഫ് ഒന്നും വായിച്ചൊന്നും പഠിക്കണമെന്നില്ല. അത്രയും ഓക്കെ ആണോ? ചായ കുടിക്കാറായോ? ചായ കുടിക്കാറായോന്നും ഇല്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് അല്ലെ ചായ ഒക്കെ വയ്ക്കുള്ളൂ, കുടിക്കുള്ളൂ. ഉച്ച കഴിഞ്ഞ് 2 hour ഇങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബോറടിക്കണ്ടോ നിങ്ങക്ക്? മോർണിംഗ് ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും അല്ലെ? ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നമുക്ക് 2 ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ വരെ മാക്സിമം നിൽക്കാം അല്ലെ? 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ബോറാവും. ഞങ്ങളും അതെ, രാവിലെ വന്ന് 10:30 മണിക്ക് ക്ലാസ് എടുത്ത് ലാസ്റ്റ് ക്ലാസ് എത്തുമ്പോഴത്തേക്കും സൗണ്ടും കുറവായിരിക്കും. നമുക്ക് വയ്യാതെയോ? വയ്യാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. അത് നിങ്ങളോട് ആദ്യം മുതലേ ഞാൻ പറയാറുണ്ട്. വീക്കെൻഡ് ആവുമ്പോഴത്തേക്കും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒന്നും വലിയ പ്രശ്നമില്ല. തേഴ്സ്ഡേ ഫ്രൈഡേ ആവുമ്പോഴത്തേക്കും ഞങ്ങളുടെ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമാവും. പിന്നെ 2 ദിവസം റെസ്റ്റ് ആണല്ലോ, വോയിസ് റെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് മൺഡേ പിന്നെ പ്രശ്നമില്ല. ഇതിപ്പോ വേറെ ഒന്നും ഇല്ല. പിള്ളേര് എന്നോട് ചോദിച്ചേ മിസ് ഒത്തിരി സ്ട്രെയിൻ ചെയ്യണമല്ലേ? ഞാൻ പറഞ്ഞു അന്നത്തേക്ക് ഞാൻ ഇച്ചിരി പറഞ്ഞല്ലോ എനിക്ക് വയ്യാതിരിക്കായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലീവ് എടുത്തേ. അപ്പൊ അതങ്ങനെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വെള്ളിയാഴ്ചത്തെ ആസ് യൂഷ്വൽ സാധാരണ പോലെ തന്നെ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഇതാണല്ലോ. സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെയല്ലേ. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, സാറ്റർഡേ സൺഡേ അവധിയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നാലും മൺഡേ മുതൽ പോയി വെള്ളിയാഴ്ച അവധി നമ്മൾ മടുക്കൂലേ? അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു അവധി കിട്ടിയായിരുന്നെങ്കിൽ. ഓർക്കാറുണ്ടോ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ? അതായിരിക്കും ചിലപ്പോ വെള്ളിയാഴ്ച ലാസ്റ്റ് അവർ ക്ലാസ്സിലെ പിള്ളേരും കുറവായത്. അത് ഞാൻ ചോദിച്ചേട്ടോ.
ഓക്കെ, അടുത്തത് എന്താണ്? നിങ്ങൾ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞാട്ടോ. 3 മണി വരെ മാക്സിമം നമ്മൾ പിടിച്ചിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കാൻ തോന്നും അല്ലേ? ആ സമയം കുടിക്കണ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. ഓക്കെ, ഒന്ന് ഇത്തിരി വെള്ളം എന്തെങ്കിലും കുടിക്കണം. 10 മിനിറ്റ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എളുപ്പമുള്ളതാ, വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇതിനകത്ത് ഒരുപാടൊന്നും ഇല്ല. എക്സാം രീതിയിലൊന്നും ആദ്യത്തെ സെക്ഷനിൽ നിന്നൊന്നും അധികമൊന്നും ചോദിക്കാറില്ല. നമ്മൾ ആ മോക്ക് ടെസ്റ്റിലുള്ളതൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ തീരാറായോ? ഇംഗ്ലീഷ് ഒക്കെ പുറത്തു മൊഴിയുള്ള ഒരുവിധമൊക്കെ തീരാറായിട്ടുണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു ചാപ്റ്റർ ഇത്രയാണ് എനിക്ക് തന്നേക്കുന്നത്. പിന്നെ അശ്വതി മിസ് പറയണ്ടായിരുന്നു അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഓവർവ്യൂവിന്റെ കുറച്ചുണ്ട് എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കട്ടെ. നമ്മുടെ ഈ ചാപ്റ്റർ ഇത്തിരി വലിയ ചാപ്റ്റർ അത് കുറച്ച് ഫോർമുലാസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. അടുത്തതാണ് കണ്ടിന്യൂറ്റി. എന്തിനു വേണം ഒരു കണ്ടിന്യൂറ്റി അല്ലെ? നമുക്ക് ആദ്യത്തെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടാനായിട്ട് ഇപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ശരി, നമ്മള് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു, നമുക്കൊരു ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി തരും. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് തുടർച്ച. പിന്നെ അതുപോലെ വേറെ ഡോക്ടറിനെ ആണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ റെഫറൻസിലേക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് സഹായപ്രദമാകും നമുക്ക് എപ്പോഴും. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെന്നപ്പോ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഡോക്ടർ ഉണ്ടാകും. അപ്പൊ നമുക്ക് ചെല്ലുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ സ്ഥിരം അവരുടെ ആ ഡോക്ടറിനെ കാണുമായിരിക്കും. അല്ലാതെ ഇന്ന് ഒരാളെ കണ്ടു അടുത്ത ഒരാള് അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. ഒരു കണ്ടിന്യൂറ്റി, അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അതിന്റെ തുടർച്ച കണ്ടിന്യൂറ്റി ഇമ്പോർട്ടന്റ് തന്നെയാണ്. Continuity implies that a client receive the full range of health service he or she needs, and that when the case is beyond us, we refer him or her to right level for the further care. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലൈസ് ദാറ്റ് എ ക്ലയന്റ് റിസീവ് ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ്. മൊത്തത്തിലുള്ള ഫുൾ റേഞ്ച്, ആ ഹെൽത്ത് സർവീസിന്റെ മൊത്തത്തിലുള്ള ഒരു ഫുൾ റേഞ്ച് റിസീവ് ചെയ്യുന്നതാണ് എന്ത്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ ഒരു ഡോക്ടറിനെ കണ്ടു, ഇനി അടുത്ത ദിവസം അടുത്താണെങ്കിൽ നമ്മൾ കാണുന്നത് അതിന്റെ ഫുൾ റേഞ്ച്, നമ്മുടെ ആ കണ്ടിന്യൂറ്റി അവിടെ കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഫുൾ റേഞ്ച്, ആ ഒരു ഇത് കിട്ടാനായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി എന്തായാലും വേണം. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അതില് ഡാഷ് ഇംപ്ലൈസ് ദാറ്റ് അങ്ങനെയും പറഞ്ഞോണ്ട് ചോദിക്കും. സർവീസ് ഷീ നീഡ് ആൻഡ് ദാറ്റ് വെൻ ദ കേസ് ഈസ് ബിയോണ്ട് us. ഇനി ആ കേസ് നമുക്ക് അപ്പുറത്താണെങ്കിലോ എന്ത് ചെയ്യും? വി റെഫർ ഹിം, വേറെ ഡോക്ടറിന് റെഫർ ചെയ്യും. നമുക്ക് ആ പരിധിക്ക് അപ്പുറത്താണെങ്കിൽ, ഇപ്പൊ ആ ഡോക്ടറിന് അതിന്റെ ഇതിനകത്ത് പറ്റുന്നതല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? അടുത്ത ആൾക്ക് അത് റെഫർ ചെയ്യും. വി റെഫർ ഹിം ഓർ ഹെർ ടു ദ റൈറ്റ് ലെവൽ ഫോർ ഫർദർ കെയർ. ഫർദർ കെയറിനായിട്ട് അത് റെഫർ ചെയ്യും. Continuity may be attained by the patient setting the same primary health care worker or by keeping exact health record. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചേ. എങ്ങനെയാണ്? പേഷ്യൻസിന് സെയിം ആയിട്ടുള്ള ഒരേപോലെ ഒരേ ആരോഗ്യ പ്രവർത്തകരെ, ഹെൽത്ത് കെയർ പ്രൈമറി ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ തന്നെ കാണാൻ അവസരം നൽകുന്നതിലൂടെ, അല്ലെങ്കിൽ ആ അവസരം ഒരുക്കുന്നതിലൂടെ നമുക്ക് കണ്ടിന്യൂറ്റി ചെയ്യിക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യം ഓരോ ഡോക്ടറിനെ തന്നെ. അപ്പൊ നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടും. പിന്നെ എങ്ങനെയാണ്? ഓർ ബൈ കീപ്പിംഗ് എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ്, കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് നമുക്ക് സ്റ്റാഫിന് കിട്ടും. So that another staff can have. ഇപ്പൊ വേറെ സ്റ്റാഫ് ആണെങ്കിലോ ഇതുണ്ടെങ്കിൽ ശരിയല്ലേ? അല്ലേ? ഇപ്പൊ എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ സ്റ്റാഫിനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ഹാവ് എ സഫിഷ്യന്റ് ഇൻഫർമേഷൻ ടു ഫോളോ അപ്പ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാനായിട്ടുള്ള സഫിഷ്യന്റ് ആവശ്യത്തിനുള്ള എന്ത് കിട്ടും? ആ ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന്. ഓക്കെ ആണോ? ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് full range of health service he or she needs. Client receive full range of health service he or she needs. അത്രയും മതി അതില്.
ഇനി അടുത്തത് സേഫ്റ്റി ആണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷ അല്ലെ? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ. സേഫ്റ്റി implies that when providing health service we reduce the barest minimum injury, infection, harmful after effect and other dangerous to client and to staff. ഇതൊക്കെ കുറയ്ക്കുന്നതല്ലേ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അല്ലെ? എന്താ പറഞ്ഞേക്കുന്നത്? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ barest എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ഇഞ്ചുറി, അതായത് നമുക്ക് കുറയ്ക്കുന്നത്, ഇഞ്ചുറി കുറയ്ക്കുന്നത്, ഇൻഫെക്ഷൻ കുറയ്ക്കുന്നത്, ഹാർംഫുൾ ആഫ്റ്റർ എഫക്റ്റുകൾ കുറയ്ക്കുന്നത്, അത് ഡേഞ്ചറസ് ഈ ക്ലയൻസിനോ സ്റ്റാഫിനോ ഡേഞ്ചറസ് ആകുന്ന അപകടകരമാകുന്ന കാര്യങ്ങള് അതൊക്കെ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്താണ്? കുറയ്ക്കുന്നതാണ്. അങ്ങനെയുള്ള ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിക്കും സേഫ്റ്റി എന്ന് പറയുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സേഫ്റ്റി ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇനി when providing quality of care, നമ്മൾ ഇനി നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വേണം? we should not put the patient life at risk. പേഷ്യന്റിന്റെ ലൈഫ് അപകടത്തിലാകരുത്. പേഷ്യന്റിന്റെ ലൈഫ് അപകടത്തിലാകരുത്. നമ്മള് നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കുമ്പോൾ പേഷ്യന്റിന്റെ ലൈഫ് ഒരിക്കലും അപകടത്തിലാകരുത്. അപ്പൊ നമ്മൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ എക്സാമ്പിൾ? we should not give insecure blood to the patient and thereby infect them with HIV or AIDS. HIV AIDS ഉള്ള നമ്മളിപ്പോ നമ്മൾ ആ ബ്ലഡ് ബാങ്കിൽ പറഞ്ഞ കറക്റ്റ് ഒരുപാട് ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തി കറക്റ്റ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ആളുകളുടെ രക്തം മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് മാച്ച് ആവുന്ന ആൾക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പല റിസ്കുകളും ഉണ്ടാകാം. ബ്ലഡ് അങ്ങനെ മാറിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസെക്യൂർ അല്ലാത്ത ബ്ലഡ് നമ്മള് കൊടുക്കാൻ പാടില്ല അല്ലേ? അതൊക്കെ പറഞ്ഞല്ലേ നമ്മളവിടെ. അപ്പൊ പേഷ്യൻസിന് ഇൻസെക്യൂർ ബ്ലഡ് കൊടുക്കാൻ പാടില്ല. ചിലപ്പോ ഇൻഫെക്ഷൻ എക്സാമ്പിൾ പറയാണ് HIV അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്ലഡുകളോ എങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. അത് എന്തിനാണ്? സേഫ്റ്റിയാണ് പറഞ്ഞേക്കുന്നത്. സേഫ്റ്റിയുടെ ഒരു എക്സാമ്പിളാ പറഞ്ഞേക്കണേ. we should not give insecure blood. ഇൻസെക്യൂർ സുരക്ഷിതമല്ലാത്ത ബ്ലഡ് പേഷ്യൻസിന് ഒന്നും കൊടുക്കരുത്. ഓക്കെ, സേഫ്റ്റി. സേഫ്റ്റി ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. എങ്ങനെയായിരിക്കണം? പ്രൊവൈഡിങ് ഹെൽത്ത് സർവീസ് എങ്ങനെ? ടു റെഡ്യൂസ് we reduce the barest minimum injury. ഏറ്റവും കുറഞ്ഞ മിനിമം ഇഞ്ചുറി കുറയ്ക്കുന്ന, ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന, ഹാർംഫുൾ ആഫ്റ്റർ എഫക്റ്റുകൾ ഇല്ലാത്ത കുറയ്ക്കുന്ന, ഡേഞ്ചറസ് ക്ലയൻസിനോ സ്റ്റാഫിനോ ഡേഞ്ചറസ് അത് അപകടം കുറയ്ക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ കൊടുക്കണം പേഷ്യൻസിന്. അങ്ങനെയുള്ള സർവീസ് വേണം കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുമ്പോൾ അതൊരിക്കലും പേഷ്യന്റിന്റെ ലൈഫിന് റിസ്ക് ആകരുത്. ഫോർ എക്സാമ്പിളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സേഫ്റ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് എട്ടാമത്തെ ഇന്റർപേഴ്സണൽ റിലേഷൻ. എന്ന് വെച്ചാൽ എന്താ? വ്യക്തിബന്ധങ്ങള്. It refers to the relationship between us and our client and the community, between health managers and their staff. Health managers, staff, client, community. ഇവരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് മാത്രം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. It refers to relationship between us and our client and the communities, between ഇവരൊക്കെ ആരൊക്കെ തമ്മിലുള്ളത്? ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ്, ആരൊക്കെ? ഹെൽത്ത് മാനേജേഴ്സ്, ഹെൽത്ത് സ്റ്റാഫ്, അവരുടെ സ്റ്റാഫ്, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വി ഷുഡ് ഷോ റെസ്പെക്ട് ടു അവർ ക്ലയന്റ്. നമ്മുടെ ക്ലയന്റ്സ് ആരാണ്? പേഷ്യൻസ്. പേഷ്യൻസിനോട് ബഹുമാനപൂർവമായിട്ട് പെരുമാറണം. ഫീൽ അവർ പേഷ്യൻസ്. നമുക്ക് ആ ഒരു അവർക്ക് നല്ല ഫീല് കിട്ടുന്ന രീതിയിൽ നല്ല പെരുമാറ്റത്തോടു കൂടി അവരുടെ പെരുമാറുക. Then not to rude or shout at him. അവരോട് മോശമായിട്ട് പരുക്കമായിട്ടോ അല്ലെങ്കിൽ ഒച്ചത്തിലോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാവില്ലല്ലോ.
അല്ലെ? നമ്മൾ ദേഷ്യപ്പെട്ട് ഒച്ചെടുത്തൊന്നും സംസാരിക്കാൻ പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യന്റ് ടു അതർ പീപ്പിൾ. പിന്നെ എന്താണ്, മറ്റുള്ള ആളുകൾക്കുമായിട്ട് നമ്മൾ അവർക്ക് ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തരുത്. Not reveal information we get from the patients to another patients. Patients നിന്നും വാങ്ങുന്ന ഇൻഫർമേഷൻ ഇല്ലേ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. There will be These will give rise to good relation. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവാം, നല്ല റിലേഷൻ അല്ലെ, ആൻഡ് ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാവാം ബിറ്റ്വീൻ ദ ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് us. ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ് നമ്മളൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാം. എങ്ങനെയാകുമ്പോൾ നമ്മൾ നല്ല റെസ്പെക്റ്റോട് കൂടി പേഷ്യൻസിനോട് പെരുമാറുക, അവരോട് നല്ല മര്യാദയോട് കൂടി നമ്മൾ പെരുമാറണം. നമ്മുടെ കൂടെ ഒച്ച വെക്കാനോ ഷൗട്ട് ചെയ്യാനോ നമ്മൾ പരക്കമായിട്ട് സംസാരിക്കാനോ ഒന്നും പാടില്ല. പിന്നെ അവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന വിവരങ്ങളൊക്കെ അത് നമ്മൾ എന്താണ് വെളിപ്പെടുത്തരുത്, മറ്റൊരാളുകളോട് വെളിപ്പെടുത്തരുത്. ഇങ്ങനെയുള്ളത് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും. ക്ലയന്റ് കമ്മ്യൂണിറ്റീസ് ഒക്കെ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടാകും. ക്ലയന്റ് റിഗാർഡ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ നമ്മൾ നല്ലൊരു വ്യക്തിഗത ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ്. ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അമ്യൂണിറ്റീസ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ കമ്പോണൻസ് ആണ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസ്. അതിന്റെ കമ്പോണൻസ് കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. 9 എണ്ണമുണ്ട്. 8 എണ്ണം നമ്മൾ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി 9ാമത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പോരെ? എല്ലാവരും അടുത്തല്ലേ? ഞാനും അടുത്ത്. ഓക്കെ, പരീക്ഷയ്ക്കൊക്കെ പഠിച്ചൊക്കെ തുടങ്ങിയ, റിവിഷനൊക്കെ തുടങ്ങിയ നിങ്ങള്? തുടങ്ങിയില്ല? തുടങ്ങിയിട്ടില്ല. സമയമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ പോർഷൻസ് ഒക്കെ തീർന്നു വന്നോളൂ. മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അത് ചെയ്യല്ലേ നിങ്ങള്? ഇന്നത്തെ ക്വസ്റ്റ്യൻ 5 ഞാൻ കൊടുത്തേക്കാം. അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകണം. അത് നിങ്ങൾ മാറ്റി വയ്ക്കരുതേ. അതെല്ലാ ക്ലാസ് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരും. 3rd ഉം 4th ഉം കൂടി ഒരുമിച്ചാണ് വരുന്നത്. 3rd ഉം 4th ഉം കൂടെ ഒരുമിച്ച് നമുക്കൊരു 100 മാർക്കിന്റെ എക്സാമിന് നെക്സ്റ്റ് തന്നെ വരും. അപ്പൊ അത് മോക്ക് ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ പഠിച്ചു വെച്ചോ. മെയിൻ എക്സാമിൽ പിന്നെ കുഴപ്പമില്ല, ഓരോ പേപ്പറുകളായിട്ടല്ലേ തിരിച്ചു വന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആ ഫസ്റ്റ് പേപ്പർ മാത്രം ഒരു ദിവസം, സെക്കൻഡ് പേപ്പർ മാത്രം ഒരു ദിവസം, അങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് 3rd ഉം 4th ഉം കൂടി ഓർക്കണ്ട. ആദ്യം പഠിപ്പിച്ചതല്ലേ. നമ്മൾ ഈ പോർഷൻ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടിന്റെ അനുസരിച്ച് റിവിഷൻ തരാട്ടോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാം. അപ്പൊ ആദ്യം ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ഇത്തിരി വലിയ ചാപ്റ്റർ കൂടി ആയിരുന്നല്ലോ. നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അത് ഓക്കെ ആക്കാം കേട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പോർഷൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവരും പോയി ചായ ഒക്കെ വെച്ചത്, ഇവിടെ നല്ല മഴ പെയ്യണ്ട കേട്ടോ. നല്ല ചൂട് ചായ ഒക്കെ വെച്ച് എല്ലാവരും കുടിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ